നീറ്റ് പ്രതിഷേധത്തിലെ പോലീസ് നടപടിക്കും സമരം അവസാനിപ്പിക്കാനുള്ള CJP തീരുമാനത്തിനുമെതിരെ ജന്തർ മന്ദറിലേക്ക് വിദ്യാർത്ഥി സംഘടനാ മാർച്ച് നടക്കുകയാണ്. അനുമതി നൽകിയില്ലെങ്കിലും മാർച്ച് തടയാതെ പോലീസ് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടക്കുന്നത്. ബീഹാർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. CJP സമരം നിർത്തിയത് നേരത്തെയായി പോയി എന്ന് പ്രതിഷേധക്കാർ പറയുന്നു. I will finish. Yesterday, CJP had given an ultimatum of 24 hours. That time has passed. That 24 hours have passed, and the government hasn't done anything to reassure us that they are going to look into this. In fact, they have even expanded the repression even more. In Delhi itself, all the social media posts which are criticizing Modi, FIRs have been lodged against them. The Delhi police is now trying to figure out who had sent food items to Jantar Mantar so that they can act on them. Yesterday, police came to AKG Bhavan to basically kidnap Oishi Ghosh from SFI. So all these things Delhi police is doing, and Bihar police also is doing the same thing. Assam police, West Bengal police, all the state polices are doing the same thing. Yeah. We are not suggesting CJP as backstabbers. We are just saying that the timing when the movement was recalled was ill-timed. It was not the correct time. We could have sat for some more time and taken a written assurance. But having said that, we believe that it is still not too late. The movement can be restarted, can be resurrected, provided CJP gives a call again, because the time of ultimatum has passed. Now the time is to give the call again to congregate at Jantar Mantar, and that is our only appeal to CJP. We are not saying that our friends in CJP backstabbed us or anything. ജന്തർ മന്ദറിൽ നിന്നും തത്സമയം വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കാർട്ടൂണുകളും മുദ്രാവാക്യങ്ങളും പ്രതിഷേധ പോസ്റ്ററുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ വിഷ്ണു, ഇവിടെ പോലീസിനെ ശിക്ഷിക്കുക എന്നുള്ള കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും മുദ്രാവാക്യങ്ങൾ പലയിടത്തായി നമുക്കത് കാണാം, അവിടുത്തെ പോസ്റ്ററുകളിൽ അത് വേണ്ടതാണ്. പക്ഷേ ഇതിൽ ഐതിഹാസികമായ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സമരമാണ് CJPയുടെ നേതൃത്വത്തിൽ നടത്തുക. മറ്റു വിദ്യാർത്ഥി സംഘടനകളെ ഏറ്റെടുത്ത് ഒടുവിൽ മന്ത്രി രാജിവെച്ചവരായിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഇപ്പോൾ അവരുടെ പല ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളൊക്കെയും അത് ചെയ്യുന്നത് ആ ഒരു സമരത്തിൽ അല്ലെങ്കിൽ ആ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്കിടയിൽ ഒരു വിള്ളൽ ഉണ്ടാവുകയാണോ? എന്തുകൊണ്ടാണ് CJPക്ക് എതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അല്ലെങ്കിൽ CJPക്കെതിരെ വിമർശനം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ ഈ സമരവുമായി കൂടുതൽ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തുന്നത്? ഏതൊക്കെ വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്? എന്താണ് ഈ സമരത്തിന്റെ ഈ പ്രതിഷേധത്തിന്റെ യഥാർത്ഥ മുദ്രാവാക്യം? घुटनों पे ना खड़ा किया, वो एक तरीका होता है, उसको समझती नहीं है. पूरी फांसीवादी कैरेक्टर की सरकार है ये, और वो अपना रवैया दिखाती रहती है बार बार. ഡൽഹി ജന്തർ മന്ദറിൽ എന്തായാലും ഇപ്പോൾ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരുടെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എഴുതിയ പ്ലക്കാർഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലീസിന്റെ നടപടിക്കെതിരെയുള്ള പ്രതിഷേധം എന്നാണ്. പശ്ചിമ ബംഗാൾ, ബീഹാർ, ആസാം എന്നീ സംസ്ഥാനങ്ങളിൽ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം എന്തായാലും ഇപ്പോൾ ഇവിടെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ദിശയും അതോടൊപ്പം തന്നെ ഐസയും ADSCOയും KYSഉം DSFും അടക്കമുള്ള വിവിധ സംഘടനകൾ നടത്തുന്ന സമരത്തിന് ASF, SFI തുടങ്ങിയ സംഘടനകളും ഇടത് സംഘടനകൾ കൂടി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ഈ ഒരു സമരത്തിന്റെ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഈ കേസ് പിൻവലിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് ലഭിച്ചിട്ടും ഇത് പിൻവലിക്കാൻ തയ്യാറാകാത്ത വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് നടപടിയിലാണ് ഇവർ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ഈ സമരം നേരത്തെ ഇവിടെ ഡൽഹി ജന്തർ മന്ദറിൽ നടന്നിരുന്നത് CJPയുടെ സമരമായിരുന്നു. അന്ന് ആ സമരം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോട് കൂടി അവസാനിക്കുകയും ചെയ്തു. എന്നാൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകർ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലുണ്ട്. അവരെ വിട്ടുകിട്ടുന്നത് വരെ അല്ലെങ്കിൽ അവരെ ജയിൽ മോചിതരാക്കുന്നത് വരെ CJPയുടെ സമരം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പകരം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അംഗീകരിച്ചതോടുകൂടി നേതാക്കൾ സമരം പിരിച്ചുവിട്ട് മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ജയിലിൽ കിടക്കുന്ന വിദ്യാർത്ഥികളെ മോചനത്തിന് വേണ്ടി അത്തരത്തിലൊരു ഇടപെടൽ ആഹ്വാനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും നിയമ പോരാട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതുവരെ ആ ഒരു സമരം നടത്തിക്കൊണ്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ CJPയുടെ ഭാഗത്തു
നേടിയെടുക്കുന്നതൊന്നും സാധിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സമരമുള്ളത്. പലർക്കും അക്കാര്യത്തിലൊരു അമർഷവും ഉണ്ട്. കാരണം സമരം തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കുന്നത് വരെ മാത്രം മതിയായിരുന്നില്ല. സമരത്തിൽ പങ്കെടുത്ത ഓരോ വിദ്യാർത്ഥിയും പുറത്തിറങ്ങുന്നത് വരെ ആ സമ്മർദ്ദം രാഷ്ട്രീയമായി ചെലുത്താൻ, സർക്കാരിന്മേൽ ചെലുത്താൻ CJPക്ക് സാധിച്ചില്ല എന്ന് തുടങ്ങുന്ന ഒരു പ്രതിഷേധം കൂടി എന്തായാലും വിദ്യാർത്ഥികൾക്കുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. 5 മണി വരെയാണ് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഡൽഹി ജന്തർ മന്ദറിൽ സമരം നടത്താൻ അനുമതിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ എന്തായാലും പോലീസ് ഇവരെ ആരെയും തടഞ്ഞില്ല. സമരവുമായി വിദ്യാർത്ഥികൾ മാർച്ച് ചെയ്തെത്തിയപ്പോൾ പോലീസ് തടഞ്ഞില്ല. പക്ഷേ RIFന്റെ ഉദ്യോഗസ്ഥർ ഡൽഹി ജന്തർ മന്ദറിന് സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. 5 മണി കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ഇവരോട് പിരിഞ്ഞു പോകാൻ എന്തായാലും അല്പസമയത്തിനകം പോലീസ് ആവശ്യപ്പെടും. അതിന് ഇവർ തയ്യാറായില്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് ഒരുപക്ഷെ പോലീസ് കടക്കുകയും ചെയ്തേക്കും. എന്തായാലും സമരം ജന്തർ മന്ദറിൽ പോലീസുമായുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കോ അല്ലെങ്കിൽ അത്തരം അനിഷ്ട സംഭവങ്ങളിലേക്കോ കൊണ്ടുപോകില്ല എന്ന നിലപാട് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ സമരം അല്പസമയത്തിനകം തന്നെ അവസാനിപ്പിക്കുമെന്നാണ് ഈ സമരത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ നൽകുന്ന സൂചന. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും പോലീസിന്റെ നടപടിക്കെതിരെ പല വിദ്യാർത്ഥികളെ ഇപ്പോഴും ജയിലിലുണ്ട്. പലയിടങ്ങളിലും അറസ്റ്റ് നടപടികൾ അവസാനിപ്പിച്ചിട്ടില്ല. അതായത് അവർക്കെതിരെയുള്ള കേസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിൻവലിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ മാറണം. ഒപ്പം തന്നെ പോലീസിനെ ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം നടക്കുന്നത്. അതിനിടയിൽ CJP സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് ശേഷമേ സമരം അവസാനിപ്പിക്കാൻ പാടുള്ളൂവായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി സമരത്തിന്റെ ഭാഗമായി ഉയരുന്നുണ്ട്. അപ്പോൾ അതേസമയത്ത് തന്നെ ഐസ നേതാവായിട്ടുള്ള നെഹയോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള നെഹ ബോറയോട് ചോദ്യം ചോദിച്ചപ്പോൾ CJP സമരം തുടരണം ആയിരുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു വിള്ളൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.